നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പാതയോരത്ത് മനോഹര കാഴ്ചയൊരുക്കി സൂര്യകാന്തി പൂക്കൾ. വർണ്ണക്കാഴ്ച പാലക്കാട് കൊടുമുണ്ട പാതയിൽ. തെരഞ്ഞെടുപ്പ് കാലമായതോടെ സജീവമായി ചുവരെഴുത്ത് കലാകാരന്മാർ. ഫ്ലക്സുകൾ കൈയടക്കിയ തൊഴിൽ മേഖലയിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചമായി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം. സുരേഷ് ഗോപി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ. മാതാപിതാക്കളെ കണ്ടു. അന്വേഷണത്തിൽ തൃപ്തിയെന്ന് സുരേഷ് ഗോപി. സ്ത്രീകളെ സൈക്കിൾ ചവിട്ടാൻ പഠിപ്പിച്ച വനിതാ കൂട്ടായ്മ. പരിശീലനം വിജയകരമാക്കി 100ഓളം കുടുംബശ്രീ അംഗങ്ങൾ. വർക്കല ബീച്ചിൽ മാലിന്യ പ്രശ്നം രൂക്ഷം. റിസോർട്ടുകളിൽ നിന്നുള്ള മലിനജലം തീരത്തേക്ക് ഒഴുക്കുന്നു. കർശന നടപടി വേണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. സുരേഷ് ഗോപി സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി. നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയാണ് മാതാപിതാക്കളെ കണ്ടത്. ബി.ജെ.പി. നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, എപ്പോഴാണ് സുരേഷ് ഗോപി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ എത്തിയത്? എന്തെല്ലാം കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട VC-യെ സസ്പെൻഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? സുവി, ഇന്ന് രാവിലെയോടെ അല്പസമയത്തിന് മുൻപാണ് സുരേഷ് ഗോപി സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയത്. വീട്ടിലെത്തിയ ശേഷം സിദ്ധാർത്ഥിന്റെ പിതാവുമായി സുരേഷ് ഗോപി സംസാരിച്ചു. ഇതുവരെയുള്ള കേസിന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്ത് നിയമസഭാ സഹായവും ലഭ്യമാക്കാമെന്ന ഉറപ്പ് പിതാവിന് നൽകി. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ പിതാവിനെ കണ്ട ശേഷം മാതാവിനെ കാണുന്നതിന് വേണ്ടി വീടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയും മറ്റും വന്നത്. കൊല്ലത്തായിരുന്ന സുരേഷ് ഗോപി രാത്രിയോടുകൂടിയാണ് തലസ്ഥാനത്തെത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തുകയും എല്ലാ നിയമസഹായവും ഉറപ്പ് നൽകുകയും ചെയ്തു. BJP നേതാക്കളും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സുവി പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഈ വീട്ടിലേക്ക് എത്തി. സംസ്ഥാന സർക്കാർ നടപടികൾ വഹിക്കുന്നു, അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നു എന്ന ആരോപണം ഒരു വശത്ത് ഉയരുമ്പോഴാണ് VC-യെ തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഗവർണറുടെ നടപടി. ഗവർണർ അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചാണ് VC-യെ ഒഴിവാക്കിക്കൊണ്ടുള്ള സസ്പെൻഡ് ചെയ്തുള്ള നടപടി സ്വീകരിച്ചതും. ഏതായിരുന്നാലും ഇതുവരെയുള്ള കേസിന്റെ അന്വേഷണത്തിൽ കുടുംബം ഇതുവരെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല. കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു നില തന്നെയാണ്. പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്റെ സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് വാഗ്ദാനമായി ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറും ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹവും ഈ കുടുംബത്തിന് എല്ലാ നിയമസഹായവും വാഗ്ദാനം ചെയ്തു. ഈ അന്വേഷണം ഒരുപക്ഷെ പോലീസിന്റെ അന്വേഷണം കൃത്യമല്ല എന്നൊരു പരാതിയോ മറ്റോ ഉണ്ടായാൽ കൃത്യമായി ഇടപെടൽ ഉണ്ടാകുമെന്ന സന്ദേശം തന്നെയാണ് BJP നേതാക്കൾ, കേന്ദ്ര നേതാക്കളും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാക്കളും അടക്കമുള്ളവർ നൽകുന്ന സൂചന. സുവി, വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെയാണ് സുരേഷ് ഗോപി കണ്ടത്. ആശ്വാസ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. ഇന്നലെ ലോക്സഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിനുശേഷം, അപ്പോൾ കൊല്ലത്തായിരുന്നു സുരേഷ് ഗോപി, അതിനുശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തുകയും ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കാണുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ കാണാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം വെറ്റിനറി കോളേജ് VC-യെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് സുരേഷ് ഗോപി സിദ്ധാർത്ഥിന്റെ വീട്ടിൽ എത്തിയത്. വിവരങ്ങൾ നൽകിയത് വി വിനോദ്. പാതയോരത്ത് പൂത്തുനിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ യാത്രക്കാർക്ക് കൗതുകമാകുന്നു. പട്ടാമ്പി കൊടുമുണ്ട പാതയോരത്ത് സിതാര ഓഡിറ്റോറിയത്തിന് സമീപമാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രം ശുചീകരിച്ച് വർണ്ണം വിതറുന്ന പൂന്തോട്ടമാക്കി മാറ്റിയത്. സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു സൂര്യകാന്തി തോട്ട നിർമ്മാണം.
പട്ടാമ്പി കൊടുമുണ്ട പാതയോരത്താണ് കണ്ണിന് കുളിർമയായി മഞ്ഞപ്പട്ടണിഞ്ഞ് സൂര്യകാന്തികൾ വിടർന്നു നിൽക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിഭാഗം NSS സഹവാസ ക്യാമ്പിൽ നടത്തിയ സ്നേഹാരാമം പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സൂര്യകാന്തി തോട്ടം ഒരുക്കിയത്. അധ്യാപകരുടെയും പ്രദേശവാസിയായ ഉമ്മറിന്റെയും നിർദ്ദേശത്താൽ തൈ നടലും പരിപാലനവുമെല്ലാം വിദ്യാർത്ഥികൾ തന്നെ ഏറ്റെടുത്തു. ഞാൻ GHSS പട്ടാമ്പി സ്കൂളിലെ NSS സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങൾക്ക് NSSന്റെ ഭാഗമായിട്ട് സ്നേഹാരാമം എന്ന് പറഞ്ഞൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെ എൻ്റെ സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെ നാട്ടുകാരും വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇവിടുത്തെ ഉമ്മർക്കാണ് ഞങ്ങൾ ഇതിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വൈകുന്നേര സമയങ്ങളിൽ വന്ന് നനയ്ക്കും. അതുപോലെ ഇവിടെ ഉമ്മർക്ക വളരെ നന്നായിട്ട് തന്നെ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്ന് നനയ്ക്കാറുണ്ട് എന്നിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മാലിന്യം നിക്ഷേപിച്ചിരുന്ന ഇവിടം പൂർണ്ണമായി വൃത്തിയാക്കിയാണ് പൂന്തോട്ടം നിർമ്മിച്ചത്. 100-ലേറെ സൂര്യകാന്തി ചെടികളാണ് പൂത്തു നിൽക്കുന്നത്. നിരവധി പേരാണ് ആസ്വദിക്കാനെത്തുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. 4 വയസ്സുകാരി കൃഷ്ണശ്രീയും അമ്മ ആതിരയും ശ്രദ്ധേയരാകുന്നു. മകൾ വേദിയിൽ ചുവടുവെക്കുമ്പോൾ വേദിക്ക് പുറത്ത് അമ്മ ആതിരയും ഒപ്പം നൃത്തം ചവിട്ടുകയാണ്. കായംകുളത്ത് ഭിന്നശേഷി കുട്ടികൾക്കായുള്ള കലോത്സവത്തിലാണ് കൃഷ്ണശ്രീ പങ്കെടുത്തത്. ആലപ്പുഴ കായംകുളം നഗരസഭ TA കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കുട്ടികൾക്കായുള്ള കലോത്സവത്തിൽ മകളുടെ നൃത്തത്തിനൊപ്പം അമ്മയുടെ നൃത്തവും ശ്രദ്ധേയമാവുകയാണ്. നാല് വയസ്സുകാരി കൃഷ്ണശ്രീ വേദിയിൽ ചുവടുവെക്കുമ്പോൾ വേദിക്ക് പുറത്ത് അമ്മ ആതിരയും മകൾക്കൊപ്പം നൃത്തം ചവിട്ടുകയാണ്. അമ്മ കാണിക്കുന്നത് അനുകരിച്ചുകൊണ്ടാണ് മകൾ കൃഷ്ണശ്രീ ചുവടുവെക്കുന്നത്. പുള്ളിക്കണക്ക് ചൈതന്യം വീട്ടിൽ സുധീഷ് ആതിര ദമ്പതികളുടെ ഏക മകളാണ് കൃഷ്ണശ്രീ. കൃഷ്ണശ്രീക്ക് കേൾവിശക്തിയില്ല. ഞാനവിടെ വീട്ടിലിരുന്ന് പഠിപ്പിച്ചത് ഡാൻസൊക്കെ. അപ്പം നമ്മൾ കളിക്കുന്ന കണ്ട് അവൾ കളിക്കും. ഞാനാ പഠിപ്പിച്ചത്. ഡാൻസൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയൊക്കെ കണ്ട് കളിക്കും. TV-യിലൊക്കെ കണ്ട് കളിക്കും. ഞാൻ കാണിച്ചു കൊടുത്താൽ കളിച്ചോളും. ടെലിവിഷനിൽ നൃത്തം കണ്ട് അതിനൊപ്പം ചുവടുവെക്കും. മകളുടെ ഈ അഭിരുചി തിരിച്ചറിഞ്ഞ ആതിര പരിപാടികളിൽ വേദിക്ക് പുറത്തുനിന്ന് ചുവടുകൾ കാട്ടിക്കൊടുക്കും. വേദിയിലെ മകളുടെയും വേദിക്ക് പുറത്തെ അമ്മയുടെയും നൃത്തം മുൻപും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. തിരുവല്ല CSI ബഡ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കൃഷ്ണപ്രിയ. ന്യൂസ് 18 കായംകുളം.
ചൂട് കൂടിയതോടെ ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾ ദുരിതത്തിൽ. തണുത്ത കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഹൈറേഞ്ചിലും നിലവിൽ 30 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട്. കനത്ത ചൂടിലും കുളിർമയേകുന്ന കാലാവസ്ഥയായിരുന്നു മുൻപൊക്കെ ഏലത്തോട്ടങ്ങളിൽ. എന്നാൽ ഇത്തവണ സ്ഥിതി മാറി. വൻ മരങ്ങളുടെ തണലിൽ പോലും ചൂടിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. തോട്ടങ്ങളിൽ ജോലി ചെയ്യാനാകാത്ത സാഹചര്യമാണുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. തമിഴ്നാട്ടിൽ നിന്നും ദിവസേന ഇടുക്കിയിൽ ജോലിക്കെത്തുന്നവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. ஏலக்காய் பறிக்கிறதுக்கு 7 மணிக்கு இங்கே வருது. வெயில் பயங்கரமாக அடிக்குது. எங்களுக்கு வேலை செய்கிறதுக்கு ரொம்ப கஷ்டமாக இருக்குது. காயில் ஓடுறாப்புல இருக்குது. ரொம்ப கஷ்டமாக இருக்குது. கை காலெலாம் ரொம்ப வலிக்குது. പുലർച്ചെ ചുരം കയറി ഇടുക്കിയിലേക്ക് എത്തുമ്പോൾ തണുപ്പ് അനുഭവപ്പെടുമെങ്കിലും പിന്നീട് കനത്ത ചൂടാണ്. കാലാവസ്ഥയിലെ വ്യതിയാനം വിവിധ രോഗങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്കയും ഉയർത്തുന്നു. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി മാങ്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ കമ്മ്യൂണിറ്റി നഴ്സിനെ നിയമിക്കാത്തതിൽ പ്രതിഷേധം. നിരവധി പേർ ആശ്രയിക്കുന്ന ഹെൽത്ത് സെന്ററിൽ നഴ്സിനെ നിയമിക്കാൻ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുക്കുന്നില്ലെന്നാണ് പരാതി. സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന മാങ്കുളം പഞ്ചായത്തിലെ ഏക സർക്കാർ ആശുപത്രിയാണ് ഇത്. പരിമിതമായ യാത്രാ സൗകര്യങ്ങൾ മാത്രമുള്ള മാങ്കുളം പഞ്ചായത്തിന്റെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും 100 കണക്കിന് ആളുകൾ ഓരോ ദിവസവും ആശുപത്രിയിൽ ചികിത്സ തേടി എത്തുന്നുണ്ട്. നിരവധി രോഗികളും ഉള്ള മാങ്കുളം ആശുപത്രിയിൽ കഴിഞ്ഞ 6 മാസമായി പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനം താളം തെറ്റിയ നിലയിലാണ്. നമ്മുടെ പഞ്ചായത്തിൽ നിലവിലുണ്ടായിരുന്ന നഴ്സ് രാജിവെച്ചൊഴിഞ്ഞു. പുതിയ ആളെ നിയമിക്കേണ്ടത് ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിനാണ്. ഇത്ര കാലമായിട്ടും ഒരാളെ നിയമിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ വലിയ IAS IPS റിക്രൂട്ട്മെന്റ് പോലെയുള്ള നിയമനം പോലെയുള്ള വലിയ സാങ്കേതിക നൂലാമാലകൾ പിടിച്ച ഒരു ഇടപാടാണെന്ന് നമുക്ക് തോന്നുക. പക്ഷെ ഒരിക്കലുമല്ല. ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥതയും അവരുടെ സ്വാർത്ഥമോഹവും മാത്രമാണ്. കണ്ണൂർ തളിപ്പറമ്പ് നാടുകാണിയിലെ നിർദ്ദിഷ്ട സഫാരി പാർക്കിന്റെ പ്രാരംഭഘട്ട നടപടികൾ ആരംഭിച്ച് സർക്കാർ. ഭൂമിയുടെ സ്കെച്ച് തയ്യാറാക്കുന്നതിന് മുന്നോടിയായി റവന്യൂ വകുപ്പ് സംഘം സ്ഥലം പരിശോധിച്ചു. സംസ്ഥാനത്തെ ആദ്യ അനിമൽ സഫാരി പാർക്കിനുള്ള ഭൂമി കൈമാറ്റമാണ് പദ്ധതിയുടെ ആദ്യ കടമ്പ. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കൈവശമുള്ള കൃഷിവകുപ്പിന്റെ ഭൂമിയാണ് പദ്ധതിക്കായി വിട്ടു നൽകേണ്ടത്. മൃഗശാല വകുപ്പിന് കൈമാറുന്നതിന് മുന്നോടിയായി ഭൂമിയുടെ സ്കെച്ച് സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് ജില്ലാ റവന്യൂ സർവേ സൂപ്രണ്ട് രാജീവൻ പട്ടത്താരിയും തളിപ്പറമ്പ് തഹസിൽദാർ കലാഭാസ്കറും ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്ത് പരിശോധന നടത്തിയത്. സഫാരി പാർക്കിന്റെ പ്രാരംഭഘട്ട നടപടികൾക്കായി സംസ്ഥാന ബജറ്റിൽ 2 കോടി രൂപയും വകയിരുത്തിയിരുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥല പരിശോധന നടത്തിക്കൊണ്ട് സ്കെച്ച് തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്രാവശ്യത്തെ ബജറ്റിൽ ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 2 കോടി തുക വകയിരുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ്. വാഹനത്തിൽ സഞ്ചരിച്ച് മൃഗങ്ങളെ കാണാനാകും വിധത്തിലാണ് പാർക്ക് വിഭാവനം ചെയ്യുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സഫാരി പാർക്കായി നാടുകാണി മാറും. 3 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ന്യൂസ് 18 ആലക്കോട്. പാലക്കാട് കണ്ണന്നൂർ കടവ് പാലം പണി തീരാത്തതിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. 2023 മാർച്ച് 31-നകം പണി പൂർത്തീകരിക്കാം എന്ന് പറഞ്ഞ പൊതുമരാമത്ത് മന്ത്രി വാക്ക് പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പല്ലശ്ശന മണ്ഡലം പ്രസിഡന്റ് രാഹുൽ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നെന്മാറ നിയോജക മണ്ഡലം പ്രസിഡന്റ് മനു പ്രസാദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പല്ലശ്ശന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS രാമനാഥൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശ്യാം ദേവദാസ്, വിഷ്ണു രാധാകൃഷ്ണൻ, പ്രേം എന്നിവർ നേതൃത്വം നൽകി. നമുക്ക് ഈ വേനൽ കഴിഞ്ഞാൽ മഴ വരും. മഴ വന്നാൽ പുഴയിൽ വെള്ളം പൊങ്ങും. വെള്ളം പൊങ്ങിയാൽ യാത്ര വീണ്ടും ദുരിതത്തിലാവുമെന്നുള്ള ബോധ്യമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇടതുപക്ഷ സർക്കാർ ഇവിടെ വീണ്ടും വീണ്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കുന്നത്. ഇത് ഒരു സൂചനാ സമരം അല്ലെങ്കിൽ സൂചനയാണ്. യൂത്ത് കോൺഗ്രസ് നൽകുന്ന ആദ്യ സൂചനയാണ് ഈ പ്രതിഷേധത്തിന്റെ ഫ്ലക്സ് വെക്കൽ എന്നും മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളെ എല്ലാം ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി അറിയിപ്പ്.
പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ സൗജന്യ കമ്പ്യൂട്ടർ കോഴ്സ്. എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ളവർക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ട്രെയിനിംഗ് സെന്ററിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ആലപ്പുഴയിൽ അന്ത്യോദയ അന്നയോജന മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അർഹരായ എല്ലാവരും റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ഏപ്രിൽ 1 മുതൽ മസ്റ്ററിംഗ് നടത്താത്ത കാർഡ് ഉടമകൾക്ക് അർഹമായ റേഷൻ വിഹിതം ലഭിക്കുന്നതല്ല. അനർഹമായി കൈവശം വെച്ചിരിക്കുന്ന AIY മുൻഗണന PHH റേഷൻ കാർഡുകൾ ചേർത്തല താലൂക്ക് സപ്ലൈ ഓഫീസിൽ ഹാജരാക്കി പൊതുവിഭാഗത്തിലേക്ക് തരം മാറ്റി വാങ്ങണമെന്നും താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള അവസാന തീയതി മാർച്ച് 31. ആലപ്പുഴ ജില്ലാ മാനസികാരോഗ്യ പദ്ധതി വഴി മാവേലിക്കര വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. മെഡിക്കൽ ഓഫീസർ, സൈക്യാട്രിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികകളിലേക്കാണ് നിയമനം. അഭിമുഖം ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ മാർച്ച് 6 രാവിലെ 10:30 നടത്തും. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കണം. പത്തനംതിട്ട മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. മാർച്ച് 6 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. യോഗ്യരായവർ അന്നേ ദിവസം രാവിലെ 10:30 മുമ്പ് മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തണം. 2024 മാർച്ച് 1 48 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. ആറ്റിങ്ങൽ നഗരസഭയുടെ സ്പെഷ്യൽ നികുതി കളക്ഷൻ കേന്ദ്രങ്ങൾ ഇന്ന് പ്രവർത്തനം തുടങ്ങും. വിവിധ കാരണങ്ങളാൽ കെട്ടിട നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ളവർക്ക് പിഴ പലിശ കൂടാതെ നികുതി അടയ്ക്കാൻ സാധിക്കും. രാവിലെ 10 മണി മുതൽ 1 മണി വരെ ആലങ്കോട് LP സ്കൂൾ, ടൗൺ UP സ്കൂൾ, പരവൂർ കോണം LP സ്കൂൾ, കുന്നുവാരം UP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ്. പാലക്കാട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിക്കൊപ്പം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇന്ന് രാവിലെ 9 പരിപാടി ആരംഭിക്കും. കോഴിക്കോട് മുനിസിപ്പാലിറ്റി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇന്ന് ഞായറാഴ്ച പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പ് നടക്കും. 5 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകണമെന്ന് മുക്കം സാമൂഹിക ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 34 കേന്ദ്രങ്ങളിൽ വെച്ച് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ഇന്നും നാളെയും സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വയം പ്രതിരോധ പരിശീലന പരിപാടി ജ്വാല 2.0 സംഘടിപ്പിക്കുന്നു. പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥരാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജ്വാലയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. ഇടുക്കി പീരുമേട്ടിൽ അന്തരിച്ച ചിത്രകാരൻ അജി തോമസിന്റെ കുടുംബത്തിന് സഹായവുമായി KSRTCA എംപ്ലോയീസ് അസോസിയേഷൻ. സാന്ത്വന സ്പർശം പദ്ധതിയുടെ ഭാഗമായി കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകും. വീടിന്റെ ശിലാസ്ഥാപനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ നടത്തി. പീരുമേട് MLA വാഴൂർ സോമൻ അധ്യക്ഷത വഹിച്ചു. ഒരു കാലത്ത് പരസ്യകലാരംഗത്ത് നിറഞ്ഞു നിന്നിരുന്നവരാണ് ചുവരെഴുത്ത് കലാകാരന്മാർ. ഫ്ലക്സും ബാനറുകളും അടക്കം മറ്റുപാധികൾ വന്നതോടെ പല കലാകാരന്മാരും കളമൊഴിഞ്ഞു. ചുരുക്കം ചിലർ ഇപ്പോഴും ഈ രംഗത്ത് തുടരുന്നുണ്ട്. ചുവരെഴുത്ത് കലാകാരന്മാരുടെ ഉത്സവ സീസണാണ് തെരഞ്ഞെടുപ്പ് കാലം. വെള്ളപൂശിയ ചുവരുകളിലെ വടിവത്തക്ഷരങ്ങൾ, എഴുത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വൈദഗ്ധ്യം. ഒരു കാലത്ത് വലിയ അംഗീകാരം നേടിയവരായിരുന്നു ചുവരെഴുത്തു കലാകാരന്മാർ. ഫ്ലെക്സും ബാനറും പോസ്റ്ററുമൊക്കെ കളനിറഞ്ഞപ്പോൾ ചുവരെഴുത്ത് പ്രതാപകാലത്തിന്റെ ഓർമ്മകളിൽ ഒതുങ്ങി. പലരും തൊഴിലുപേക്ഷിച്ച് ഉപജീവന മാർഗം തേടി മറ്റു മേഖലകളിലേക്ക് ചേക്കേറി. ഒരു 40 വർഷക്കാലം മുമ്പൊക്കെ, അന്നൊക്കെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. 35 വർഷമൊക്കെ ആയി, 35-40 വർഷമായി. 1987 ഇലക്ഷനാണ്. അന്നൊക്കെ വലിയ പ്രോത്സാഹനമായിരുന്നു ഈ പെട്രോവാക്സിൻ്റെ വിളിച്ചതിൽ രാത്രി. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ നിർത്തിക്കൊണ്ടുമൊക്കെ ഒരുപാട് സഹായമാണ് പൊതുസമൂഹത്തിൽ നിന്ന്. അത് ആ ഒരു കല ആസ്വദിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വലിയ സമൂഹം ഉണ്ടായിരുന്നു. വീണ്ടും ഒരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ ഈ പ്രിന്റിങ്ങിനകത്ത് നൂതനമായ മാർഗങ്ങളൊക്കെ വന്നു. അതോടുകൂടി ഞങ്ങളുടെ കലാകാരന്മാരുടെ തൊഴിലെല്ലാം എന്നിൽ നിന്ന് പോയി.
ഞങ്ങളെപ്പോലുള്ള പല കലാകാരന്മാരുടെ ജീവിത മാർഗങ്ങളൊക്കെ അവരുടെ വഴിമുട്ടി. തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ ഏക പ്രതീക്ഷയിലാണ് നിലവിൽ ഈ തൊഴിലിടക്കത്തുള്ളവർ. ഹരിത ചട്ടങ്ങൾ പാലിച്ചുള്ള ഈ പ്രകൃതി സൗഹൃദ തെരഞ്ഞെടുപ്പ് കാലം പ്രതീക്ഷ കൂട്ടുന്നു. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ തോട്ടം മേഖലകളിൽ വ്യാപകമായി വളരുന്ന പാർത്തനീയം ചെടി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി പരാതി. ശ്വാസകോശ രോഗങ്ങൾക്കും അലർജി, ത്വക്കുരോഗങ്ങൾ എന്നിവയ്ക്കും ചെടി കാരണമാകുന്നുണ്ട്. കാർഷിക മേഖലകളിലും ജനവാസ മേഖലകളിലും പാർത്തനീയം ചെടി വ്യാപകമായി പടർന്നിട്ടുണ്ട്. ചെടികൾ നശിപ്പിക്കുന്നതിന് കൃഷിവകുപ്പിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ചെടിയാണ് ഈ ചെടി. ഈ രോഗമുള്ളവർക്ക്, ആസ്മ രോഗമുള്ളവർക്കും ബാക്കിയുള്ളവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ പരസ്പരം ഫുള്ളും പറന്നെത്തുകയും ബാക്കിയുള്ള കുട്ടികളടക്കം പ്രദേശത്ത് കൂടി തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് പറന്ന് എത്തുകയും ചെയ്യുന്നു. ഇത് ഈ ചെടി വെട്ടി നീക്കാനായിട്ട് കമ്പനിയിലുള്ള അധികൃതരോ അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ളവരോ ബന്ധപ്പെട്ടവർ ഇതിന് വെട്ടിമാറ്റണമെന്ന് തൊഴിലാളിയുടെ നിലയ്ക്ക് ഞാൻ പറയുന്നു. 110ാമത് പട്ടാമ്പി നേർച്ചയ്ക്ക് ഇന്ന് കൊടിയേറ്റം. അലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങളുടെ ബെറിന് സമീപം കൊടി ഉയരുന്നതോടെ പട്ടാമ്പി നേർച്ച ആഘോഷങ്ങൾക്ക് തുടക്കമാവും. വൈകുന്നേരം വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഉപ ആഘോഷങ്ങൾ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും വാദ്യമേളങ്ങളും കലാപരിപാടികളുമായി നടക്കുന്ന ഘോഷയാത്രയാണ് പട്ടാമ്പി നേർച്ചയുടെ ആകർഷണം. ഇത്തവണ 60 രൂപ ആഘോഷ കമ്മിറ്റികളാണ് പങ്കെടുക്കുന്നത്. 100ലേറെ ഗജവീരന്മാരാണ് നേർച്ചയുടെ ഭാഗമായി പട്ടാമ്പി നഗരത്തിൽ എത്തുന്നത്. മൂന്നാറിനെ വിറപ്പിച്ച പടയപ്പ ഒടുവിൽ ഇണയ്ക്കും കുട്ടിക്കും ഒപ്പം ചേർന്നു. ഇന്നലെ നേമക്കാട് എസ്റ്റേറ്റിലാണ് പടയപ്പ ഉണ്ടായിരുന്നത്. ഇണയ്ക്കൊപ്പം ചേർന്നതോടെ ഇനി അക്രമങ്ങൾ ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. മൂന്നാറിലെ റോഡുകളിൽ അക്രമാസക്തനായി മാറിയ പടയപ്പയുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. മതപ്പാടിലായിരുന്നു പടയപ്പ. എന്നാൽ മൂന്നാർ നിവാസികൾക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് ഒടുവിൽ വരുന്നത്. പടയപ്പ ഇണയ്ക്കും കുട്ടിക്കുമൊപ്പം ചേർന്നു. ഇന്നലെ രാവിലെ 6:30 മുതൽ 11:30 വരെ നേമക്കാടായിരുന്നു പടയപ്പ. ഇതിനുശേഷം ഷോലക്കാട്ടിലേക്ക് മാറി. പടയപ്പ ഇണ ചേരാനായി തയ്യാറെടുക്കുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. ഇണയ്ക്കൊപ്പം ചേർന്നതോടെ തൽക്കാലത്തേക്ക് പടയപ്പയുടെ അഭ്യാസങ്ങൾ റോഡിൽ ഉണ്ടാകില്ല എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. അക്രമം തുടർന്നതോടെ മൂന്നാർ RRT സംഘം പടയപ്പയ്ക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ നിരീക്ഷണം തുടരാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. ജി ശ്രീജിത്ത്, ന്യൂസ് 18. എറണാകുളം ജില്ലയിലെ മുഴുവന്നൂരിൽ നിന്നുള്ള വനിതാ കൂട്ടായ്മ ഇപ്പോൾ തിരക്കിലാണ്. കുടുംബശ്രീയിലെ 100ഓളം വനിതകൾ സൗജന്യമായി സൈക്കിൾ പഠിക്കുകയാണ്. ബൈക്സ് ഇന്ത്യ ഫൗണ്ടേഷനും മിന്നൽ കോലഞ്ചേരി സൈക്കിൾസും സംയുക്തമായാണ് പഞ്ചായത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ ഒന്ന് കേവലം 2 മണിക്കൂർ കൊണ്ട് സാധ്യമാകുന്നു. ഇതത്ര വലിയ കാര്യമോ എന്ന് സംശയം ഉന്നയിക്കുന്നവർ ഉണ്ടാകും. എന്നാൽ ഇവർക്കിത് അത്ര വലിയ ഒന്ന് തന്നെയാണ്. ചെറുപ്പത്തിൽ സൈക്കിൾ ചവിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ സൈക്കിൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി അന്ന് അച്ഛനമ്മമാർക്ക് ഉണ്ടായിരുന്നില്ല. സാമ്പത്തികം മെച്ചപ്പെട്ടപ്പോൾ പ്രായം കടന്നുപോയി. സൈക്കിൾ പഠിക്കാൻ പ്രായം ഒരു തടസ്സമേ അല്ല എന്ന്
ഇപ്പോൾ ഇവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഞാനിങ്ങനെ കുടുംബശ്രീ ഗ്രൂപ്പിലാണ് ആദ്യമായിട്ട് മിന്നൽ സൈക്കിൾസിൻ്റെ പരിശീലനമുണ്ട്. ഷീ സൈക്കിൾസ് എന്നാണ് പറഞ്ഞത്. അപ്പം സ്ത്രീകളെ സൈക്ലിങ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും ശരിക്കും ഒരു കോൺഫിഡൻസ് ഉണ്ട്, പഠിക്കാൻ പറ്റുമെന്നൊരു ഇതുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചത്, ഞങ്ങൾക്ക് പറ്റില്ലായിരിക്കുന്നു. പക്ഷേ എന്തായാലും പഠിക്കാൻ പറ്റും. 2030 രാജ്യത്തെ 50% സ്ത്രീകളും സൈക്കിൾ ഓടിക്കാൻ പ്രാപ്തരാവുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ബൈക്സ് ഇന്ത്യ ഷീ സൈക്ലിംഗ് നാഷണൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് കുടുംബശ്രീ അംഗങ്ങളായ വനിതകൾക്ക് സൗജന്യ സൈക്ലിംഗ് പരിശീലനം നൽകുന്നത്. മഴുവന്നൂർ പഞ്ചായത്തും മിന്നൽ സൈക്കിൾസ് കോലഞ്ചേരിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ബൈജു ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ സിമി ബാബു അധ്യക്ഷയായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെമ്പർ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ മെമ്പറുടെ ഹസ്ബൻഡ് മോബിൻ മിന്നൽ സൈക്കിൾസിൻ്റെ തന്നെ പാർട്ട്ണർ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞപ്പോഴും ഞാനും ചോദിച്ചത് നമുക്ക് വിജയമാക്കാൻ പറ്റുമോ എന്നൊരു സംശയമായിരുന്നു. പക്ഷേ ഇത് ഞെട്ടിച്ചു കളഞ്ഞു. ആ ഗ്രൂപ്പിലെ ഓരോരുത്തരുടെയും കമൻസും അതുപോലെ തന്നെ ഓരോരുത്തരും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, എത്രയോ ആളുകളാണ് ആ ഗ്രൂപ്പിൽ തന്നെ, എത്രയോ വനിതകളാണ് അതിലേക്ക് മുമ്പോട്ട് വന്നിരിക്കുന്നത്. വാർഡ് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, മിന്നൽ സൈക്കിൾസ് പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. 100-ൽ-അധികം വനിതകളാണ് പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നേടുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഷീ സൈക്ലിംഗ് നാഷണൽ കോർഡിനേറ്റർമാരായ പ്രകാശ് ഗോപിനാഥ്, സീനത്ത് MA എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശീലനം. ഇതെല്ലാം പഞ്ചായത്തുകളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. എല്ലാ സ്ത്രീകളിലേക്കും എത്തിക്കുക. 2030 ആകുമ്പോഴേക്കും ഒരു 50% സ്ത്രീകളെ സൈക്ലിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. സ്ത്രീകളുടെ ആരോഗ്യം, പിന്നെ നമ്മുടെ പരിസ്ഥിതി എല്ലാം കണക്കിലെടുത്ത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഇതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുക. ഒരു സ്വതന്ത്ര സഞ്ചാരം സഞ്ചാര സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതിലേക്ക് ഒരവസ്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയ മേഖല എത്രയോ വർഷമായിട്ട് നമ്മളിത് കാണുന്നു അല്ലേ. ഓടിച്ചിട്ടെറിയുന്നു, ആറ്റിൽ ചാടിയതിനു ശേഷം എറിഞ്ഞു കൊല്ലുന്നു. സൗഹൃദം വളർത്തേണ്ട ഒരു പ്രായമാണ്, സ്നേഹം പാകി വളർത്തേണ്ട പ്രായമാണ്. വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. സത്യാവസ്ഥ ഉറപ്പായിട്ടും കണ്ടെത്തണം. അതിക്രൂരമായി ശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അവരുടെയൊക്കെ അച്ഛനമ്മമാരെ ഓർത്തും ദുഃഖിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ആ അച്ഛനമ്മമാരെന്തോ തെറ്റ് ചെയ്തിട്ടാണല്ലേ. എല്ലായിടത്തും പോയി പറയുന്നത് ഇനി ഒരു കുഞ്ഞിന് സംഭവിക്കരുത്, ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു വേദന അനുഭവിക്കേണ്ടി വരരുതെന്ന് നമ്മൾ എല്ലായിടത്തു നിന്നും കേൾക്കുന്നതുമാണ്. നമ്മളും പോയി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതിന് രാഷ്ട്രീയ വ്യത്യാസമോ മറ്റ് ഒരു മതിൽക്കെട്ടുകളും കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ടും പിന്നെയും സംസാരിക്കുന്നുണ്ടെങ്കിൽ വലിയ ച്യൂതികളും ശോഷണങ്ങളുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ രാഷ്ട്രീയ DNA മാറ്റിവെച്ചുകൊണ്ട് ഭരണകർത്താക്കളെല്ലാം ഇതിനകത്ത് ആഘാതമേറ്റത് ആ കുടുംബത്തിന് മാത്രമല്ല, മക്കളുള്ള അധ്യയനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കളുള്ള എല്ലാ അച്ഛനമ്മമാരെയുമാണ് വേദനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഉറപ്പവർക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരവസ്ഥയ്ക്ക് തീർപ്പ് കൽപ്പിക്കണം. ഈ മനോഭാവം, ഈ ഒരു അന്തരീക്ഷം ഒന്ന് മുളയ്ക്കാൻ പോലും, അതിനുള്ള വിത്ത് പാകപ്പെടാൻ പോലും പാടില്ല എന്ന് പറയുന്നത്.